أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما جعلنا لبشر من قبلك الخلد أفإن مت فهم الخالدون كل نفس ذائقة الموت ونبلوكم بالشر والخير فتنة وإلينا ترجعون. وإذا رآك الذين كفروا إن يتخذونك إلا هزوا أهذا الذي يذكر آلهتكم وهم بذكر الرحمن هم كافرون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പദം 1036 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. സൂറത്തുൽ അംബിയയിലെ 34 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ AI വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക്കൽ ഖുൽദ് അഫഇൻ മിത്ത ഫഹുമുൽ ഖാലിദൂൻ കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് ونبلوكم بالشر والخير فتنة وإلينا ترجعون. وإذا رآك الذين كفروا إن يتخذونك إلا هزوا أهذا الذي يذكر آلهتكم وهم بذكر الرحمن هم كافرون. صدق الله العلي العظيم. സൂറത്തുൽ അംബിയയിലെ 34 മുതൽ 36 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അദ്ദേഹം വ്യക്തിപരമായി നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികളെയും വെല്ലുവിളികളെയൊക്കെ മുൻനിർത്തിക്കൊണ്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. സത്യനിഷേധികളായ മക്കയിലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അഭിസംബോധിതരായ ആളുകൾക്ക് പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങൾ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹുവിന്റെ ഏകത്വത്തെയും ഈ പ്രപഞ്ച സാകല്യത്തിനായി ഒരു ഏകനായ ഒരു ആസൂത്രകൻ ഉണ്ടാവുക എന്നത് അനിവാര്യമാണ് എന്നത് ബോധ്യപ്പെടുത്തുന്ന ചില സൂചനകളാണ്, ചില പ്രാപഞ്ചിക ദൃഷ്ടാന്തങ്ങളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ച ഭാഗത്ത് അള്ളാഹു ഉയർത്തി കാണിക്കുകയുണ്ടായത്. ആകാശഭൂമികൾ അടങ്ങിയ ഈ പ്രപഞ്ച സാകല്യം ഒരൊറ്റ പിണ്ഡമായിരുന്നു, അതിനെ നാം പിളർത്തുകയാണ് ഉണ്ടായത് എന്നാണ് അള്ളാഹു ഇന്നലെ നമ്മൾ വായിച്ച ആയത്തുകളുടെ തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായത്. അന്നസ്സമാവാതി വൽ അർള കാനത റത്ഖ ഫഫതഖ്നാഹുമ. ഇതിനെക്കുറിച്ച് ഈ നിഷേധികൾ എന്താണ്, ഏത് വിധത്തിലാണ് ആലോചിക്കുന്നത്, അതവർ മനസ്സിലാക്കുന്നില്ലേ എന്നാണ് ഉന്നയിക്കപ്പെട്ട ഒരു ചോദ്യം. സകല ജീവജാലങ്ങളെയും അള്ളാഹു ജലത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിട്ടുള്ളത് എന്നൊരു കാര്യവും പ്രത്യേകം എടുത്തു പറയുണ്ടായി. മൂന്നാമതായി പറഞ്ഞൊരു കാര്യം, ഈ ഭൂമി അതിന്റെ ഭാരങ്ങളെ, അതിൽ അധിവസിക്കുന്ന മനുഷ്യരുൾപ്പെടെയുള്ള സകല ജീവജാലങ്ങളെയും കൊണ്ട് ആടി ഉലഞ്ഞു പോവാതിരിക്കുന്നതിന് വേണ്ടി ഈ ഭൂമിയിൽ നാം വലിയ പർവ്വതങ്ങൾ സ്ഥാപിച്ചിരിക്കുന്നു എന്നാണ്
അള്ളാഹു സൂചിപ്പിക്കുകയുണ്ടായ സുപ്രധാനമായ ഒരു കാര്യം. അതേപോലെ തന്നെ ഭൂതലത്തില് അവൻ വിശാലമായ പാതകൾ ഒരുക്കി വെച്ചിരിക്കുന്നു എന്നാണ്. സഞ്ചാര യോഗ്യതയുള്ള വഴികളും വലിയ വിശാലമായ പാതകളും ഒക്കെ അവൻ ഒരുക്കി വെച്ചിരിക്കുന്നു. ഭൂമുഖം, ഭൂതലം മനുഷ്യർക്ക് സഞ്ചാരയോഗ്യമാകുന്നതിന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. സമുദ്രങ്ങളും പുഴകളും അരുവികളും ഒക്കെ തന്നെ ഈ വിധത്തില് സഞ്ചാര യോഗ്യത ഉണ്ടാകുന്നതിന് വേണ്ടി അള്ളാഹു സൃഷ്ടിച്ച കാര്യങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവയാണ്. പിൽക്കാലത്ത് മനുഷ്യൻ ഏറ്റവും യോജിച്ച വഴികള്, യോജിച്ച ദിശകളിലൂടെയുള്ള വഴികള് കണ്ടെത്തുകയും പ്രയോജനപ്പെടുത്തുകയൊക്കെ ചെയ്യുകയുണ്ടായതും നമുക്ക് അറിയുന്ന കാര്യമാണ്. ഇതൊക്കെ തന്നെ അള്ളാഹു ഈ പ്രപഞ്ചത്തില് ഉദ്ദേശപൂർവം സംവിധാനിച്ചിട്ടുള്ളതാണ്. മറ്റൊരു സംഗതി ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ഈ ആകാശത്തിന് അള്ളാഹു സുരക്ഷിതത്വം നൽകുന്ന ഒരു മേൽക്കൂര സംവിധാനിച്ചിരിക്കുന്നു എന്നാണ്. ഭൂമിയിൽ അധിവസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ സുരക്ഷിതത്വം നൽകുന്ന ഒരു ലെയർ അല്ലെങ്കിൽ ഒരു തട്ട്, ഒരു മേൽക്കൂര ആകാശം നൽകുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ തന്നെ അള്ളാഹുവിന്റെ പ്രപഞ്ചത്തിലെ വലിയ ദൃഷ്ടാന്തങ്ങളാണ്. നമ്മൾ അതിന്റെ വിശദാംശങ്ങളൊക്കെ ഇന്നലെ കാണുകയുണ്ടായി. അതുപോലെ രാവിന്റെയും പകലിന്റെയും സൃഷ്ടിപ്പ്, സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചതും സകല ഗോളങ്ങളും അവയുടെ ഭ്രമണപഥത്തിൽ നീന്തി തുടിച്ചുകൊണ്ടിരിക്കുന്ന കാര്യവും ഒക്കെ ഖുർആൻ ചൂണ്ടിക്കാണിച്ചത് നമ്മൾ ഇന്നലെ വായിച്ച ഭാഗത്ത് കാണുകയുണ്ടായി. അതിനെ തുടർന്ന് അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വ്യക്തിപരമായിട്ട് സംസാരിക്കുകയാണ് ഇന്ന് നമ്മൾ വായിച്ചു വെച്ച ആയത്തുകളിൽ. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക അൽ ഖുൽദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടാണ് അഭിസംബോധന. പ്രവാചകരെ, നാം ഒരു മനുഷ്യനും, താങ്കൾക്ക് മുമ്പുള്ള ഒരു മനുഷ്യനും നാം നിത്യത നൽകുകയുണ്ടായിട്ടില്ല. ശാശ്വത ജീവിതം, ഖുൽദ് എന്ന സംഗതി താങ്കൾക്ക് മുമ്പ് ഒരു മനുഷ്യനും നാം നൽകിയിട്ടില്ല. മരണം എന്നത് സുനിശ്ചിതമാണ്. ജീവിക്കാൻ അവസരം ലഭിച്ച മുഴുവൻ മനുഷ്യരും അവരുടെ ഭൂമുഖത്തെ ജീവിതം മരണത്തിലൂടെ അവസാനിപ്പിക്കും എന്നതാണ് അള്ളാഹുവിന്റെ നിശ്ചയം. മരണത്തെ അതിജയിച്ചുകൊണ്ട് അനന്തകാലം ജീവിക്കുക എന്നൊരു സംഗതി മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു ഭൂമിയിൽ ഇപ്പോ നൽകപ്പെട്ടിരിക്കുന്ന ഈ ജീവിത സംവിധാനത്തിനകത്ത് അള്ളാഹു നിശ്ചയിച്ചിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. വെല്ലുവിളികൾ പലതും ഉണ്ടാവാം. താങ്കൾക്ക് ജീവഹാനി വരുന്ന വിധത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. പക്ഷേ അത് അള്ളാഹുവിന്റെ നിശ്ചയമാണ്. താങ്കൾക്ക് മുമ്പ് ഒരാളും തന്നെ നിത്യത നൽകപ്പെടുകയുണ്ടായിട്ടില്ല. ശാശ്വത ജീവിതം അനുഭവിക്കുന്നവരായിട്ട് ഉണ്ടായിട്ടില്ല. വമാ ജഅൽനാ ലിബശരിൻ മിൻ ഖബ്ലിക. താങ്കൾക്ക് മുമ്പുള്ള ഒരു മനുഷ്യനും നാം നൽകിയുണ്ടായിട്ടില്ല അൽ ഖുൽദ്, ശാശ്വത ജീവിതം അല്ലെങ്കിൽ നിത്യത, നിത്യജീവിതം. അഫഇൻ മിത്ത, ഇനി താങ്കൾ മൃത്യു വരിക്കുന്നുവെങ്കിൽ, മരണമടയുന്നുവെങ്കിൽ, ഫഹുമുൽ ഖാലിദൂൻ, ഈ കാര്യം ചൂണ്ടിക്കാണിക്കുന്ന താങ്കളുടെ ജീവന് ഭീഷണി ഉയർത്തുന്ന ഈ കൂട്ടര് എന്നെന്നും ജീവിക്കുമെന്നാണോ അവർ കരുതുന്നത്? ഫഹുമുൽ ഖാലിദൂൻ, അവര് ഇക്കൂട്ടര് നിത്യത അനുഭവിക്കുന്നവരായി, ശാശ്വത ജീവിതം അനുഭവിക്കുന്നവരായി നിലനിൽക്കുമോ എന്നാണ് അള്ളാഹുവിന്റെ ചോദ്യം. ഇക്കാര്യത്തിൽ അങ്ങനെയില്ല. അവര് ഭീഷണി ഉയർത്തിയാലും ഇല്ലെങ്കിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവന് അവര് വെല്ലുവിളി ഉയർത്തിയാൽ അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിക്കാനിടയായി എന്ന് തന്നെ വെക്കുക.
അങ്ങനെ ആയാൽ പോലും ഈ കൂട്ടർക്ക് നിത്യത ലഭിക്കുമെന്നാണോ അവര് സങ്കല്പിക്കുന്നത്? ശാശ്വത ജീവിതം അവർക്ക് ലഭിക്കുമെന്നാണോ? ഒരിക്കലുമില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ വ്യക്തിക്കും മരിക്കേണ്ടതുണ്ട്. മരണം ആസ്വദിക്കേണ്ടവരായിട്ടുള്ളതാണ് എല്ലാ വ്യക്തികളും. കുല്ലു നഫ്സിൻ, എല്ലാ ജീവനുള്ള ജീവിയും എന്ന് ചിലര് അതിന് അർത്ഥം കൊടുക്കുന്നുണ്ട്. സ്വാഭാവികമായ അതിന്റെ സാധ്യതയിൽ പെട്ടതാണ്. കുല്ലു നഫ്സിൻ, എല്ലാ വ്യക്തിയും ദാഇഖത്തുൽ മൗത്ത്, മരണത്തിനെ ആസ്വദിക്കുന്നവരാണ്. മരണത്തിന്റെ രുചി അനുഭവിച്ചറിയാത്തവരായിട്ട് ഒരു വ്യക്തിയും ഉണ്ടാവുകയില്ല. ഓരോ ആത്മാവും എന്നൊക്കെ ചിലര് വിവർത്തനം ചെയ്യുന്ന കാണാൻ കഴിയും. ഓരോ ആത്മാവല്ല, നഫ്സ് എന്നതിന് അറബിയില് ധാരാളം അർത്ഥസാധ്യതകളുണ്ട്. ഇവിടെ വ്യക്തി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരർത്ഥം. ആത്മാവ് മൃതി അടയുന്നില്ലല്ലോ. ആത്മാവ് ശരീരത്തെ അതിജീവിക്കുന്ന പ്രതിഭാസമാണ്. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ വ്യക്തിയും, ഓരോ വ്യക്തിയും മരണത്തെ അനുഭവിക്കും, മരണത്തെ രുചിക്കും. ദാഇഖത്തുൻ എന്ന് പറഞ്ഞാൽ രുചിക്കുന്നവൾ എന്നാണ് ഭാഷാപരമായി അതിന്റെ സൂചന. നഫ്സ് എന്ന വാക്ക് അറബിയില് ഫെമിനിൻ ജെൻഡർ ആയതുകൊണ്ട്, സ്ത്രീലിംഗമായതുകൊണ്ടാണ് ദാഇഖത്ത് എന്ന ഫെമിനിൻ ഫോം ഇവിടെ വന്നിരിക്കുന്നത്. സ്ത്രീലിംഗമാണ് ദാഇഖത്ത്. അപ്പൊ ഓരോ വ്യക്തിയും മരണത്തെ അറിയുന്നതാണ്. മരിക്കേണ്ടതുണ്ട് ഓരോരുത്തർക്കും. നബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്നതൻ, എന്നിട്ട് അല്ലാഹു പറയുന്നത്, നിങ്ങളെ ഓരോരുത്തരെയും നാം രണ്ടവസ്ഥയിലും പരീക്ഷിച്ചുകൊണ്ടിരിക്കും. രണ്ടവസ്ഥകൾ ഷെറും ഖൈറുമാണ്. ഷെറ് എന്ന് പറഞ്ഞാൽ ദുസ്ഥിതി, മോശം അവസ്ഥകൾ. ഷെറ് ദുരിതപൂർണമായ ജീവിത സാഹചര്യങ്ങൾ നൽകിക്കൊണ്ട് നിങ്ങളെ നാം ഫിത്നയിൽ അതേപോലെ തന്നെ ഖൈർ, സുസ്ഥിതി, നല്ല അവസ്ഥ തന്നുകൊണ്ട്, സുഭിക്ഷതയും അതുപോലെ സന്തോഷിക്കാൻ പറ്റുന്ന പല ജീവിതാനുഭവങ്ങളും ഒക്കെ നൽകിക്കൊണ്ട്, നല്ല ജീവിത സാഹചര്യങ്ങൾ തന്നുകൊണ്ടും തീർച്ചയായിട്ടും നാം നിങ്ങളെയൊക്കെ പരീക്ഷിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഘട്ടത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ സാഹചര്യം, അദ്ദേഹം അഭിമുഖീകരിക്കുന്ന തരം വെല്ലുവിളികൾ, ആ വെല്ലുവിളികളുടെ പശ്ചാത്തലത്തിലാണ് ഈ പ്രസ്താവന വരുന്നത് എന്നത് കാണാൻ കഴിയും. ധാരാളം ദുരിതങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ജീവിക്കേണ്ടി വരുന്ന ഒരു കാലമാണ്. എത്യോപ്യയിലേക്ക് ഒരു വലിയ സംഘം 101 ആളുകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായികളിൽപ്പെട്ട 101 പേര് പലായനം ചെയ്യുകയുണ്ടായി. മക്കയിലെ ഖുറൈശി കുടുംബങ്ങളിലെ മിക്കവാറും എല്ലാ കുടുംബങ്ങളിൽ നിന്നും ആരെങ്കിലുമൊക്കെ പലായനം ചെയ്ത സംഘത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. എത്യോപ്യയിലേക്കുള്ള പലായനം കാരണമായി എന്തെങ്കിലും വിധത്തിൽ പ്രയാസപ്പെടേണ്ടാത്തതായിട്ട് മക്കയിൽ ഒരു കുടുംബവും ഉണ്ടായിരുന്നില്ല. കാരണം ഏതെങ്കിലുമൊക്കെ ഒരു അടുത്ത ബന്ധു പലായനം ചെയ്ത സംഘത്തില് ഇവരുടെ കുടുംബത്തിൽപ്പെട്ട ആള് ആയിരുന്നില്ല. അപ്പൊ അത് കാരണമായി കുടുംബത്തിൽ വലിയ അസ്വസ്ഥതയും പ്രയാസവും ഒക്കെ അവരനുഭവിക്കുന്നുണ്ട്. അതിന്റെയൊക്കെ ഉത്തരവാദി മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ് എന്ന വിധത്തിൽ അദ്ദേഹത്തിന്റെ തലയിൽ കെട്ടിവെച്ചുകൊണ്ട് അവര് അദ്ദേഹത്തെ ആക്ഷേപിക്കുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ കുടുംബത്തിലും ഈ വിധത്തിൽ ആരെങ്കിലും ഒക്കെ പലായനം ചെയ്തു പോയതിന്റെ പേരിൽ അവര് പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ കാരണം മുഹമ്മദാണ് എന്ന വിധത്തിലാണ് അവര് സംസാരിച്ചു കൊണ്ടിരിക്കുന്നതും അവരുടെ ക്രോധവും വെറുപ്പും വിദ്വേഷവും ശത്രുതയും പകയും ഒക്കെ അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേരെയാണ് തിരിച്ചുവിട്ടുകൊണ്ടിരുന്നത്. അപ്പോ ഷെറ് ഖൈർ, ഈ രണ്ട് അവസ്ഥകൾ തന്നുകൊണ്ടും നാം തീർച്ചയായിട്ടും നിങ്ങളെ
പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും തൊട്ടടുത്ത അനുയായികളും ഒക്കെ വലിയ വിധത്തിലുള്ള ദുര്യോഗങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണത്. പല വിധത്തിലുള്ള പ്രയാസങ്ങളാണ് അവർ നേരിടുന്നത്. മക്കയിൽ അവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത സാഹചര്യങ്ങള്, സാമൂഹ്യ ബഹിഷ്കരണം, സാമ്പത്തികമായ ഉപരോധം, അങ്ങനെ പല അനുഭവങ്ങളും നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോ കൂട്ടത്തിൽ കുറെ പേര് പലായനം ചെയ്തപ്പോ അതിന്റെ ഉത്തരവാദിത്വവും ഇവരുടെ മേൽ വെച്ച് കെട്ടിക്കൊണ്ട് അവരെ ആക്ഷേപിക്കുകയും അവരോട് ദ്രോഹകരമായ രീതിയിൽ സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് മക്കയിൽ അവരുടെ ശത്രുക്കളായി മാറിയ പ്രതിയോഗികൾ ഒക്കെ ഉണ്ടെന്ന്. അപ്പൊ അള്ളാഹുയുടെ ഈ ഒരു സാഹചര്യത്തെ പരാമർശിച്ചുകൊണ്ടാണ് പറയുന്നത്, ഓരോ വ്യക്തിയും മരണം രുചിക്കും. അതുപോലെ ദുരിതത്തിന്റെ അവസ്ഥ തന്നുകൊണ്ടും സുസ്ഥിതി തന്നുകൊണ്ടും നാം തീർച്ചയായിട്ടും നിങ്ങളെ പരീക്ഷണത്തിൽ അകപ്പെടുത്തും, ഫിത്നയിൽ അകപ്പെടുത്തും. നിങ്ങളുടെ പ്രതികരണം, നിങ്ങൾ ഏത് വിധത്തില് ഇവയോട് പ്രതികരിക്കുന്നു എന്നത് പരീക്ഷിച്ചറിയുന്ന, അത് വെളിപ്പെടുന്ന വിധത്തില് നിങ്ങളെ നാം ഫിത്നയിൽ അകപ്പെടുത്തിക്കൊണ്ടിരിക്കും. ദുരിതം ഏറ്റുവാങ്ങേണ്ടി വരുമ്പോൾ സഹനം അവലംബിക്കാനും അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാനും സന്നദ്ധരാവുന്നുണ്ടോ എന്നതാണ് ഒരു പരീക്ഷണം. സുസ്ഥിതി ഉണ്ടാകുമ്പോൾ വലിയ ക്ഷേമവും ഐശ്വര്യവും സന്തോഷവും ഒക്കെ അനുഭവിക്കാൻ കഴിയുമ്പോൾ മതിമറന്ന് ആഹ്ലാദിച്ച് അള്ളാഹുവിനെ വിസ്മരിക്കുന്നുവോ എന്നതും അള്ളാഹു പരീക്ഷിച്ചറിയും. ഇലൈനാ തുർജഊൻ എന്നിട്ട് അള്ളാഹു പറയുന്നത്, ഈ ക്ഷേമത്തിന്റെയും അതുപോലെ ദുരിതത്തിന്റെയും രണ്ടവസ്ഥകളിലും നിങ്ങൾക്ക് പരീക്ഷണം ഉണ്ടാവും എന്ന് മാത്രമല്ല, നിങ്ങളുടെയൊക്കെ മടക്കം നമ്മുടെ അടുക്കിലേക്കാണ് തന്നെ. നമ്മുടെ അടുക്കിലേക്ക് മടങ്ങി വരാനുള്ളവരാണ് നിങ്ങൾ എല്ലാവരും തന്നെ. ഇനി വൈദാറഅകല്ലദീന കഫറു, സത്യനിഷേധികൾ പ്രവാചകരെ താങ്കളെ ഇത്തരം സന്ദർഭങ്ങളിൽ കാണാനിടയാകുമ്പോൾ അവരുടെ പ്രതികരണം ഇതാണ്, ഈ യത്തഖിദൂനക ഇല്ല ഹുസുവ, അവര് താങ്കളെ ഒരു പരിഹാസ കഥാപാത്രമായിട്ടാണ് സ്വീകരിക്കുന്നത്, കാണുന്നത്. താങ്കളെ പരിഹസിക്കുന്നതിലാണ് അവർക്ക് വലിയ വൈദഗ്ധ്യവും മിടുക്കും ഒക്കെ കാണാൻ പറ്റുന്നത്. വൈദാറഅകല്ലദീന കഫറു, സത്യനിഷേധികൾ താങ്കളെ കാണാനിടയായാൽ, താങ്കള് അവരുടെ ശ്രദ്ധയിൽ വന്നാൽ അവർക്ക് താങ്കളെ പരിഹസിക്കുന്നതിനാണ് താല്പര്യം. ഈ യത്തഖിദൂനക ഇല്ല ഹുസുവ, അവര് ഒരു തമാശയായിട്ട്, ഒരു പരിഹാസത്തിനുള്ള ഒരു അവസരമായിട്ട് താങ്കളെ ഒരു ബട്ട് ഓഫ് റിഡിക്യൂൾ എന്നൊക്കെ പറയുന്ന വിധത്തിൽ ഒരു പരിഹാസപാത്രമായിട്ടാണ് അവര് താങ്കളെ നോക്കിക്കാണുന്നത്. മനുഷ്യ സമൂഹത്തിനുള്ള വഴികാട്ടിയായിട്ട് നിയോഗിക്കപ്പെട്ട വ്യക്തി ഏറെ ത്യാഗപൂർണമായ ജീവിത സാഹചര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടി വരുമ്പോഴും ഏതൊരു സമൂഹത്തിന്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ടാണോ അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, ആ സമൂഹത്തിലെ ആളുകൾ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് അദ്ദേഹം ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ള അവസ്ഥ. നമുക്കറിയാം, ചെറിയ ചെറിയ നേട്ടങ്ങളുടെ പേരിൽ വലിയ അംഗീകാരം ലഭിക്കുകയും വലിയ വിധത്തില് സമൂഹം ആഘോഷിക്കുകയൊക്കെ ചെയ്യാറുണ്ട് പലരുടെയും കാര്യത്തിൽ. ജന്മദിനം ആഘോഷിക്കുന്നു, ചെറിയ വിജയങ്ങൾ ആഘോഷിക്കുന്നു, പരീക്ഷയിൽ നേടിയ നേട്ടത്തിന്റെ പേരിൽ ആഘോഷങ്ങൾ ഉണ്ടാക്കുന്നു. അതുപോലെ സ്പോർട്സിലും ഗെയിംസിലും ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകുമ്പോൾ, തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ, ഇതിന്റെയൊക്കെ പേരിൽ ആളുകൾ ആഘോഷിക്കുകയും അത്തരം ആളുകളെ അനുമോദിക്കുകയൊക്കെ ചെയ്യുന്ന നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഒരു പ്രവാചകൻ അനുമോദിക്കപ്പെടുന്ന സന്ദർഭം എപ്പോഴാണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. ദീർഘമായ കാലത്തെ ഒരു ദൗത്യ നിർവഹണം ചെയ്യുന്ന ഒരു ദൂതൻ ജീവിതത്തിലുടനീളം വെല്ലുവിളികളാണ് ഏറ്റുവാങ്ങേണ്ടി വരുന്നത്.
ആരെങ്കിലും അദ്ദേഹത്തെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുന്ന, അദ്ദേഹം ചെയ്ത കാര്യം വളരെ വലിയ മുതൽക്കൂട്ടാണ്, സമൂഹത്തിന് വലിയ നന്മയുണ്ടാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞ് അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹത്തെ ആശംസിക്കുകയോ അനുമോദിക്കുകയോ ചെയ്യുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇത് നമുക്ക് വലിയൊരു പാഠമാണ്. ജീവിതത്തിൽ നന്മയുടെ പാത സ്വീകരിക്കുകയും പ്രവാചകന്മാരുടെ പിന്മുറക്കാരായിക്കൊണ്ട് നിലകൊള്ളുകയും ഒക്കെ ചെയ്താൽ ജീവിതാന്ത്യം വരെ ഇത്തരം പ്രശംസ നടത്തുന്ന ആളുകളുടെ പ്രശംസ ഏറ്റുവാങ്ങാനൊന്നും അത്തരം ആളുകൾക്ക് സാഹചര്യം ഉണ്ടായിക്കൊള്ളണം എന്നില്ല. അവരെ കാത്തിരിക്കുന്നുണ്ടാവുക ജയിൽ ശിക്ഷയും നിയമ നടപടികളും അല്ലെങ്കിൽ കൊലക്കയറും അതുപോലെയുള്ള സ്വീകരണങ്ങളായിരിക്കും. ഒരിക്കലും തന്നെ അത്തരം ആളുകള് പ്രശംസ പിടിച്ചു പറ്റുന്ന, അവരുടെ നേട്ടങ്ങൾ ആഘോഷിക്കപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് മനസ്സിൽ സങ്കല്പിക്കാൻ വയ്യ. ഇത്തരം ആളുകള് അത്തരം പ്രയത്നങ്ങളിൽ ഏർപ്പെടുന്നതിന് പൂർണ്ണമായിട്ട് ജസാ നൽകപ്പെടാനിരിക്കുന്ന ഒരു സമയം വരാനുണ്ട്. തീർച്ചയായിട്ടും അള്ളാഹുവും അവന്റെ മാലാഖമാരും പ്രവാചകന്മാരും സുഹൃതവാന്മാരായ സാലിഹികളായ ആളുകളും അള്ളാഹുവിനോട് സമീപസ്ഥരായ ആളുകളൊക്കെ തന്നെ ഇവരുടെ നേട്ടങ്ങളെ പ്രശംസിക്കുന്ന ഒരു നാള് വരാനിരിക്കുന്നുണ്ട്. എന്നാൽ ഭൂമുഖത്ത് അവരെ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് അത്ര സുഖകരമായ അനുഭവങ്ങളല്ല എന്നതാണ് നമുക്ക് ചരിത്രത്തിലൂടെ ഒന്ന് കണ്ണോടിച്ചാൽ കാണാൻ കഴിയും. ചരിത്രത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ ദൗത്യം നിർവഹിച്ചവർ പ്രവാചകന്മാരാണ്. മനുഷ്യരാശിക്ക് അവരുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വഴികാട്ടിയായിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ വലിയ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കുന്നതിന് വേണ്ട പ്രയത്നങ്ങൾ നടത്തിയ ആളുകളാണ് പ്രവാചകന്മാർ. അവരാണ് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസേഴ്സ്. ഏറ്റവും വലിയ ഇപ്പോ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സ് എന്നൊക്കെയുള്ള പ്രയോഗം നമ്മൾ കേൾക്കുന്നുണ്ടാവും. പക്ഷെ ചരിത്രത്തിൽ മനുഷ്യരാശി ഏറ്റവും ഏറെ സ്വാധീനിച്ച വ്യക്തികൾ ആരാണ് എന്ന് പരിശോധിച്ചാൽ അത് പ്രവാചകന്മാരാണ് എന്ന കാര്യം നമുക്ക് ബോധ്യപ്പെടും. കോടിക്കണക്കിന് മനുഷ്യര്, നമുക്കറിയാം, ഒരു മനുഷ്യനെ എല്ലാ കാര്യങ്ങളിലും അനുകരിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നത് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന കാര്യം എന്താണ്? എല്ലാ കാര്യങ്ങളും, തിന്നുമ്പോഴും കുടിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും കുളിക്കുമ്പോഴും വസ്ത്രം മാറുമ്പോഴും മലമൂത്ര വിസർജനത്തിന് വേണ്ടി പോകുമ്പോഴും കിടന്നുറങ്ങുമ്പോഴും അങ്ങനെ തുടങ്ങിയിട്ട് സകല ജീവിത കാര്യങ്ങളിലും ഒരു മനുഷ്യനെ മാതൃകയാക്കിക്കൊണ്ട് കോടിക്കണക്കിന് ആളുകൾ ജീവിക്കുന്നു എന്നത് സൂചിപ്പിക്കുന്ന കാര്യം ചരിത്രത്തിൽ ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർ ആയിട്ട് ജീവിക്കുകയുണ്ടായത് പ്രവാചകനാണ് എന്നത് തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അപ്പോ ഈ ആളുകൾ പക്ഷെ ഇപ്പോ പ്രവാചകരെ താങ്കളെ പരിഹസിച്ചുകൊണ്ടിരിക്കുക. അവര് താങ്കളെ കാണുന്ന മുറയ്ക്ക് പരിഹാസത്തിന്റെ കുത്തുവാക്കുകളൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആലിഹത്തക്കും എന്നാണ് അവര് ഒരിക്കല് അല്ലെങ്കിൽ ചിലപ്പോഴൊക്കെ പറയാറുണ്ടായിരുന്ന ഒരു കാര്യം. അഹാദല്ലദീ യദ്കുറു ആലിഹത്തക്കും, ഈ കക്ഷിയാണോ, ഇവനാണോ നിങ്ങളുടെ ദൈവങ്ങളെയൊക്കെ വിമർശിച്ചുകൊണ്ടിരുന്നത് എന്നാണ് അവരൊരിക്കല് അല്ലെങ്കിൽ പലപ്പോഴായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് പരസ്പരം പറഞ്ഞുകൊണ്ടിരുന്ന ഇങ്ങനെയാണ്: ഈ വരുന്ന കക്ഷി ഇവനാണോ നിങ്ങളുടെ ദൈവങ്ങളെ തള്ളിപ്പറയാൻ, നിങ്ങളുടെ ദൈവങ്ങളെ വിമർശിക്കാനൊക്കെ ഒരുമ്പെട്ടത് എന്നാണ് അവരുടെ ഒരു റിമാർക്ക്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തീർച്ചയായിട്ടും ഈ ഫാൾസ് ഡൈറ്റീസിനെ, ഈ അബദ്ധ ദൈവങ്ങളെ തള്ളിപ്പറയുകയും അത് ആ അബദ്ധ ദൈവങ്ങളെ തലയിലേറ്റി നടക്കുന്നതിനെ വിമർശിക്കുകയും ആ സംഗതി എത്ര വലിയ വിഡ്ഢിത്തമാണ് എന്ന കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്ന വിധത്തില് സംസാരിച്ചിട്ടുണ്ട് എന്നതിൽ സംശയമൊന്നുമില്ല. ഇവിടെ ഈ പദം യദ്കുറു എന്നാൽ അനുസ്മരിക്കുക എന്നാണ് അതിന്റെ റൂട്ട് മീനിങ്, ഓർക്കുക എന്നത്. ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും തന്നെ ഇവരുടെ ഈ വ്യാജ ദൈവങ്ങളെ അനുസ്മരിക്കുന്നവനല്ല, മറിച്ച് അവയെ പരാമർശിക്കുന്നുണ്ട്.
അവയെ വിമർശിച്ചുകൊണ്ട്, അവയെ ആരാധിക്കുന്നതിനെ വിമർശിച്ചുകൊണ്ട് അദ്ദേഹം ആ ദൈവങ്ങളെ പരാമർശിക്കാറുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുക. അഹാദല്ലദീ യദ്കുറു ആലിഹതക്കും, നിങ്ങളുടെ ദൈവങ്ങളെ പരാമർശിക്കുകയും പരിഹസിക്കുകയും വിമർശിക്കുകയൊക്കെ ചെയ്യുന്ന കക്ഷി ഇവനാണോ എന്നാണ് അവര് പരസ്പരം ചോദിക്കുന്നത്. പരിഹസിക്കുകയല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും അങ്ങനെ മറ്റാരെങ്കിലും ആരാധിക്കുന്ന ദൈവങ്ങളെ പരിഹസിക്കുക എന്നൊരു സംഗതി ചെയ്യാറില്ല. പക്ഷെ അതിന്റെ പൊള്ളത്തരം വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കാറുണ്ട്. അത് ഖുർആൻ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അത് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ പലയിടത്തും അതിന്റെ സത്യം തുറന്നു കാണിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരം വിമർശനങ്ങൾ, അത്തരം വെളിപ്പെടുത്തലുകൾ ജനങ്ങളെ കേൾപ്പിക്കുകയും ചെയ്യാറുണ്ട്. വഹും ബിദിക്രി റഹ്മാനി ഹും കാഫിറൂൻ. എന്നിട്ട് ആ ആയത്തിന്റെ തുടർച്ച ഇങ്ങനെയാണ്. ഇവരോ, എന്താണ് ഇവരുടെ കാര്യം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇവരുടെ ആരാധ്യന്മാരെ വിമർശിക്കുന്നു, അല്ലെങ്കിൽ അവയുടെ പൊള്ളത്തരം വെളിപ്പെടുത്തുന്ന വിധത്തില് അനുസ്മരിക്കുന്നു, പരാമർശിക്കുന്നു. ഇതാണ് അവര് പരസ്പരം പറയുന്നത്. ശരി, എന്നാൽ ഇവരുടെ കാര്യം എന്താണ്? അഹാദല്ലദീ യദ്കുറു ആലിഹതക്കും, എന്നാൽ വഹും ബിദിക്രി റഹ്മാനി ഹും കാഫിറൂൻ. എന്നാൽ കാരുണ്യവാനായ റബ്ബിനെ അനുസ്മരിക്കുന്ന കാര്യത്തിൽ ഇവർ നിഷേധികളായിട്ട്, വൈമനസ്യമുള്ളവരായിട്ടാണ് നിലകൊള്ളുന്നത്. യഥാർത്ഥത്തിൽ റഹ്മാനായ റബ്ബിനെയാണ് എല്ലാവരും അനുസ്മരിക്കേണ്ടത്. ഭൂമുഖത്തെ സകല മനുഷ്യരും അള്ളാഹുവിനെയാണ്, അർ റഹ്മാനെയാണ് അനുസ്മരിക്കേണ്ടത്. എന്നാൽ അർ റഹ്മാനെ അനുസ്മരിക്കുന്നതിന് കൂട്ടാക്കാതെ അതിനോട് ഇടഞ്ഞു നിൽക്കുന്നവരാണ് ഇവര്. ഇവരുടെ അവസ്ഥ അതാണ്. ഈ വ്യാജ ദൈവങ്ങളെ വിമർശിക്കുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവയെ പരാമർശിക്കുന്നു എന്നതാണ് അവരിപ്പോ ചൂണ്ടിക്കാണിക്കുന്ന കാര്യം. വ്യാജ ദൈവങ്ങളെ വിമർശിക്കുകയോ അവയുടെ പൊള്ളത്തരം വെളിപ്പെടുത്തിക്കൊണ്ട് സംസാരിക്കുകയോ ചെയ്യല്ലാതെ വേറെന്താ ചെയ്യേണ്ടത്? അത് പറയേണ്ട കാര്യമാണല്ലോ, ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ട കാര്യമാണ്. ഈ ദൈവങ്ങള്, അവര് പൂജിക്കുന്ന ഈ ദൈവങ്ങള് വ്യാജങ്ങളാണ്, അവക്കൊന്നും യാതൊരു ദിവ്യത്വവും ഇല്ല എന്ന കാര്യം അവരെ ബോധ്യപ്പെടുത്തേണ്ടതുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ തന്നെ മനുഷ്യൻ വിധേയത്വം നൽകേണ്ട ദൈവം എന്നത് അർ റഹ്മാനാണ്. ഞാൻ പലതവണ സൂചിപ്പിച്ച ഒരു കാര്യമാണ്. അള്ളാഹു എന്നതിന് പകരമായി വിശുദ്ധ ഖുർആനിൽ ഉപയോഗിക്കുന്ന അള്ളാഹുവിന്റെ നാമമാണ് അർ റഹ്മാൻ എന്നത്. അപ്പൊ അർ റഹ്മാൻ എന്ന മനുഷ്യന് സ്വത്വവും അസ്തിത്വവും ഉണ്മയും ഒക്കെ നൽകിയ, ജീവജാലങ്ങളോട് ഏറ്റവും ഏറെ കാരുണ്യത്തോടുകൂടി അവർക്ക് വേണ്ട സകല സംഗതികളും ചെയ്തു കൊടുത്ത അവരുടെ റബ്ബ്, ആ റബ്ബിനെ കുറിച്ച് അനുസ്മരിക്കുന്നതിന് ഈ ആളുകൾ യഥാർത്ഥത്തിൽ ഇവരുടെ എല്ലാ സിദ്ധികളും ആ കാരുണ്യവാനായ റബ്ബിൽ നിന്ന് കിട്ടിയിട്ടുള്ളതാണ്. അതിന്റെ പേരിൽ അവനെ ഓർക്കുക എന്നൊരു കാര്യം, അതിന് അക്കാര്യത്തിൽ ഇവര് കാഫിറുകളാണ്, നിഷേധികളാണ്, സന്നദ്ധത കാണിക്കാത്തവരാണ്, അതിന് വിമുഖത കാണിക്കുന്ന ആളുകളാണ്. അള്ളാഹുവിനെ സ്മരിക്കാൻ, ഇതാണ് ഇവരുടെ യഥാർത്ഥത്തിലുള്ള അവസ്ഥ. അപ്പൊ അള്ളാഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളുടെ ആ പ്രത്യേകമായ സാഹചര്യത്തിൽ സത്യനിഷേധികളായ ആളുകൾ എടുക്കുന്ന നിലപാടുകളുടെ പൊള്ളത്തരം വെളിപ്പെടുത്തുന്ന വിധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ധൈര്യവും സ്ഥൈര്യവും ഒക്കെ പകർന്നു കൊടുക്കുന്ന വിധത്തിൽ സംസാരിക്കുകയാണ് നമ്മൾ ഇന്ന് വായിച്ചു വെച്ച ആയാത്തുകളിലായിട്ട്. അനുകൂല സാഹചര്യം ഉണ്ടാവും, പ്രയാസങ്ങൾ നിറഞ്ഞ പ്രാതികൂല്യങ്ങളുടേതായ സന്ദർഭങ്ങൾ ഉണ്ടാകും. അതിനെയൊക്കെ നേരിടുകയും പ്രയോജനപ്പെടുത്തുകയും ചെയ്യുക എന്നൊരു കാര്യമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിർവഹിക്കാനുള്ളത്. സകല മനുഷ്യരും, സത്യപാതയിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സകല മനുഷ്യരും ചെയ്യേണ്ട കാര്യവും അത് തന്നെയാണ് എന്നാണ് ഇവിടെ പരോക്ഷമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അദ്ദേഹം വ്യക്തിപരമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വെല്ലുവിളികളുടെ സാഹചര്യത്തില് കരുത്തും ശക്തിയും
ആത്മധൈര്യവും ഒക്കെ പകർന്നു കൊടുക്കുന്ന വാക്കുകളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പരാമർശങ്ങളാണ് നമ്മൾ ഈ ആയത്തുകളിൽ കാണുകയുണ്ടായത്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ചില ചോദ്യങ്ങൾ വന്നതുണ്ട്, അവ ചിലത് പരാമർശിക്കാമെന്ന് വിചാരിക്കുക. ഒന്ന്, ഏകത്വത്തിന്റെ ഈ രണ്ട് തെളിവുകളും ബാലിശവും ഏത് ദൈവത്തിനും എടുത്തു പ്രയോഗിക്കാവുന്നതുമല്ലേ എന്നാണ് ഒരു ചോദ്യം. രണ്ട് തെളിവുകളാണ് ഞാൻ സൂറത്തുൽ അംബിയാന്റെ ഈ ആദ്യ ഭാഗം ചർച്ച ചെയ്യുമ്പോൾ ഖുർആൻ ചൂണ്ടിക്കാണിച്ചതായിട്ട് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയുണ്ടായത്. അള്ളാഹുവിന്റെ ഏകത്വത്തെ ബോധ്യപ്പെടുത്തുന്ന പ്രാപഞ്ചികമായ ദൃഷ്ടാന്തങ്ങൾ, തെളിവുകൾ. രണ്ടാമത്തത്, സകല വേദങ്ങളിലും ഏകനായ റബ്ബിന്റെ കാര്യം അല്ലാതെ അവനോടൊപ്പം വേറെ ഏതെങ്കിലും ദൈവമുണ്ട് എന്നതിന് തെളിവായിട്ട് ഒന്നും കാണാൻ കഴിയുകയില്ല. ഖുർആൻ മാത്രമല്ല, പൂർവ്വവേദങ്ങളിലും അങ്ങനെ മാത്രമേ ഉള്ളൂ. അള്ളാഹുവിനോടൊപ്പം വേറെ ഏതെങ്കിലും ദൈവമുണ്ട്, ദിവ്യത്വമുള്ളവരുണ്ട് എന്നതിനുള്ള ഒരു തെളിവും അതിലൊന്നും കാണാൻ സാധ്യമല്ല എന്നതാണ് രണ്ടാമത്തെ തെളിവ്. ഈ രണ്ട് തെളിവുകളും ബാലിശമാണ്, ഏത് ദൈവത്തിനും എടുത്തു പ്രയോഗിക്കാൻ കഴിയുന്നതാണ് എന്നതാണ് ഇവിടെ ചോദ്യം ഉന്നയിച്ച ആള് പറയുന്നത്. ബാലിശമാണ് എന്നത് അദ്ദേഹത്തിന്റെ ഒരു നിരീക്ഷണം മാത്രമാണ്. എല്ലാവർക്കും ആ അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. തീർച്ചയായിട്ടും ബുദ്ധിയുള്ള ആളുകളും സമൂഹത്തിലുണ്ട്. അതുകൊണ്ട് അവരാരും അതിനെ ബാലിശമായിട്ട് കാണുകയില്ല. കാരണം അത്രയും പ്രൗഢമായ ആർഗ്യുമെന്റ്സ് ആണ് ഇവിടെ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. പിന്നെ ഏത് ദൈവത്തിനും എടുത്തു പ്രയോഗിക്കാവുന്നതല്ലേ എന്നതാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന ഒരു കാര്യം. ഏത് ദൈവത്തിനും എടുത്തു പ്രയോഗിക്കാൻ ഏതെങ്കിലും ദൈവവും ഉണ്ടായിട്ട് വേണ്ടേ? ഒരു ദൈവവും ഇല്ല എന്നതുകൊണ്ടാണ് ചരിത്രത്തിൽ ഇന്ന് വരെ ഈ രണ്ട് തെളിവുകൾ മുൻനിർത്തിക്കൊണ്ട് ഒരു ദൈവവും സംസാരിച്ചിട്ടില്ല എന്ന ചരിത്ര വസ്തുത നിലനിൽക്കുന്നത്. ഏതെങ്കിലും ഒരു ദിവ്യത്വമുള്ള ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം തെളിവുകളുമായിട്ട് അവര് രംഗത്ത് വരുമായിരുന്നു. പക്ഷെ ഒരു ദൈവവും മനുഷ്യരാരെങ്കിലും അവരുടെ ബുദ്ധിപരമായ വൈകൃതങ്ങൾ കാരണമായിട്ട് ഏതെങ്കിലും പ്രതിഭാസങ്ങളെ ദൈവമായി കാണുകയും അത്തരം വ്യാജ ദൈവങ്ങളെ അവർ പൂജിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത്തരം ഒരു വ്യാജ ദൈവവും ഇങ്ങനെ അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് ഭൂമുഖത്ത് നാളിതുവരെ വന്നിട്ടില്ല എന്നത് തന്നെ അങ്ങനെയുള്ള ദൈവങ്ങളില്ല എന്നതിനുള്ള തെളിവാണ് എന്നുകൂടി ചൂണ്ടിക്കാണിക്കുകയാണ്. ഈ ചോദ്യം ഉന്നയിച്ചത് SK ആണ്. SK തന്നെ ഉന്നയിച്ച വേറെയും ചോദ്യങ്ങൾ. ഒന്ന്, ദൈവപുത്രൻ എന്ന് അവകാശപ്പെടുന്ന യേശുവിന്റെ സ്വാധീനത്തിൽ നിന്നും ജനങ്ങളെ അകറ്റി അവരെ സ്വന്തം അണിയിൽ ചേർക്കാൻ വേണ്ടിയാകില്ലേ യഹോവയുടെ ഈ അപരനാമമായ അള്ളാഹുവിന് പുത്രനോ എന്ന ചോദ്യം തന്ത്രപൂർവം ഇസ്ലാം ഉയർത്തുന്നത് എന്നാണ്. തന്ത്രപൂർവം ഇത് ഉയർത്തുന്നത് ഒരു സത്യം പറയാൻ വേണ്ടിയാണ്. ആ സത്യം ദൈവത്തിന് പുത്രനില്ല എന്നതാണ്. ദൈവത്തിന് പുത്രനുണ്ട് എന്നത് ബുദ്ധി കൊണ്ടോ യുക്തി കൊണ്ടോ മനുഷ്യന് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു വസ്തുതയായിട്ട് നാളിതുവരെ ആരും തെളിയിച്ചിട്ടില്ല, ആർക്കും ബോധ്യപ്പെട്ടിട്ടുമില്ല. അത് വ്യാജമായി മനുഷ്യൻ കൽപ്പിതമായി ഉണ്ടാക്കിയിട്ടുള്ള ഒരു ആശയം മാത്രമാണ്. അപ്പോ ജനങ്ങളെ ആ ആശയത്തിൽ നിന്ന് തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ ഖുർആൻ ഈ ആശയങ്ങള് ദൈവത്തിന് പുത്രനോ എന്ന കാര്യം ചോദിക്കുന്നത് എന്ന് പറഞ്ഞല്ലോ. തീർച്ചയായിട്ടും അബദ്ധത്തിന്റെ വഴികളിലൂടെ സഞ്ചരിക്കുന്ന ജനങ്ങളെ അത്തരം അബദ്ധങ്ങളിൽ നിന്ന് സൽപന്താവിലേക്ക് തിരികെ കൊണ്ടുവരിക എന്നത് ഖുർആന്റെ ലക്ഷ്യമാണ്. അതിന് യാതൊരു സംശയവുമില്ല. അപ്പോ യേശുവിനെ ആണെങ്കിൽ, ഉസൈറിനെ ആണെങ്കിൽ, അതുപോലെ മറ്റാരെയെങ്കിലും ആണെങ്കിലും ദൈവത്തിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ആരെങ്കിലും പരിചയപ്പെടുത്തി അവരുടെ ആയുഷ്കാലം നഷ്ടപ്പെടുത്തുന്നുണ്ടെങ്കിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് വളരെ ഫലശൂന്യമായ വ്യർത്ഥമായ ഒരു കാര്യമാണ് എന്ന് മാത്രമല്ല, ആകാശഭൂമികൾ തകർന്ന് താറുമാറായി പോകാൻ പോലും കാരണമാവുന്ന അത്രയും ഗൗരവമുള്ള ഒരു കാര്യമാണ് എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അത്തരം അബദ്ധ മാർഗത്തിൽ നിന്ന് ജനങ്ങളെ ഹക്കിന്റെ മാർഗത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അള്ളാഹു ഇത്തരം കാര്യങ്ങൾ ഇവിടെ വിശുദ്ധ ഖുർആനിൽ ചർച്ചയിൽ കൊണ്ടുവരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യം മാത്രമാണ്. അതില് ഒളിച്ചു കടത്തായിട്ട് യാതൊന്നുമില്ല. അതില്
രഹസ്യമായ എന്തെങ്കിലും തന്ത്രങ്ങൾ പ്രയോഗിക്കുക എന്നതൊന്നുമില്ല. അത് വളരെ പകൽ വെളിച്ചം പോലെ പ്ലെയിനായ എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. മറ്റൊരു ചോദ്യം SK ഉന്നയിച്ചിട്ടുള്ളത്, അള്ളാഹു ശുപാർശ സ്വീകരിക്കും എന്ന ഒരു പുതിയ കാര്യമല്ലേ സാമാന്യ വിശ്വാസത്തിന് വിരുദ്ധമായി ഇവിടെ കാണുന്നത് എന്നതാണ്. ശഫാഅത്തിനെ കുറിച്ചാണ് ചോദ്യം. അള്ളാഹുവിന്റെ പ്രവാചകന്മാര്, അതുപോലെ സ്വാലിഹുകളായ ആളുകള്, അവർക്കുപരിയായിട്ട് മാലാഖമാര് ഒക്കെ തന്നെ ചിലർക്കൊക്കെ വേണ്ടി ശുപാർശക്ക് അള്ളാഹുവിന്റെ അടുക്കൽ ശ്രമിക്കും എന്ന കാര്യം, അങ്ങനെ ഒരു സാധ്യത ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പക്ഷെ അള്ളാഹുവിന്റെ അനുമതി ലഭിക്കുന്ന, അള്ളാഹു ഏതെങ്കിലും വിധത്തിൽ അള്ളാഹുവിന്റെ കാരുണ്യം കാണിക്കാൻ സാധ്യതയുള്ള, അതിന് അർഹതയുള്ള ആളുകളുടെ കാര്യത്തിൽ മാത്രമേ മാലാഖന്മാരായാലും പ്രവാചകന്മാരായാലും സ്വാലിഹുകളായാലും ശുഹദാകളായാലും അള്ളാഹുവിന്റെ അടുക്കൽ ശുപാർശ ചെയ്യാൻ അനുമതി ലഭിക്കുന്നവരാവുകയുള്ളൂ. അത് അള്ളാഹു ഏതൊരാളാണോ അതിന് അർഹതയുള്ളത് അവർക്കേ അനുമതി നൽകുകയുള്ളൂ. അത്തരം അർഹതയുള്ളവർക്കും വേണ്ടി മാത്രമേ ഇവർക്ക് ശുപാർശ ചെയ്യാനുള്ള സാധ്യതയും ഉള്ളൂ എന്നാണ് ഖുർആൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ ഈ ശുപാർശ തന്നെ വേണ്ടതുണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസില് അള്ളാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് ആഗ്രഹിക്കാത്തവരായിട്ട് എന്റെ തലമുറയിൽ ഒരാളെയും എനിക്ക് കാണാൻ പറ്റിയിട്ടില്ല, എന്നിട്ടാണോ നിങ്ങൾ അങ്ങനെ ഒരു കാര്യത്തിൽ സംശയം രേഖപ്പെടുത്തുന്നത് എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും. തീർച്ചയായിട്ടും നമ്മളൊക്കെ ഒരുപാട് പരിമിതികളും പോരായികകളും ഒക്കെയുള്ള ആളുകളാണ്. അള്ളാഹുവിന്റെ കാരുണ്യം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോകാൻ സാധ്യതയുള്ളവരാണ്. അള്ളാഹുവിന്റെ കാരുണ്യമാണ് ശഫാഅത്തിലൂടെ അള്ളാഹു നമുക്ക് അനുവദിക്കുന്നത് എന്നതാണ് സാധ്യത. പക്ഷെ അള്ളാഹു കാരുണ്യവാനായതുകൊണ്ട്, കരുണാവാരിധി ആയതുകൊണ്ട് ശഫാഅത്തിനുള്ള അർഹതയുള്ള ഒരാളെയും അവൻ ശഫാഅത്ത് ലഭിക്കാതെ വിട്ടുകളയുകയില്ല. ശഫാഅത്ത് എന്നത് ആരുടെയെങ്കിലും വിജയത്തിന്, ജീവിത ലക്ഷ്യം പ്രാപിക്കുന്നതിന് ഒരു അനിവാര്യതയായിട്ട് അള്ളാഹു മുന്നോട്ട് വെക്കുന്നുമില്ല. അതുകൊണ്ട് തന്നെ അത് ഒരു മനുഷ്യർക്ക് ആവശ്യമായ, അവരുടെ മനഃശാസ്ത്രപരമായി അവർക്ക് പരസ്പരം പ്രതിബദ്ധതയുള്ളവരായി നിലകൊള്ളുന്നതിന് ഒക്കെ ഉപകരിക്കുന്ന ഒരു സംവിധാനമാണ്. ഇപ്പോ വാപ്പായോട് ഉമ്മായോട് നമുക്ക് ഇഷ്ടമുണ്ടാവുന്നത്, മക്കളോട് സ്നേഹം ഉണ്ടാകുന്നത്, ഇതൊക്കെ തന്നെ ചില ബന്ധങ്ങളുടെ ഊട്ടിയുറപ്പിക്കലാണ്. അതുപോലെ മനുഷ്യകുലത്തിന്റെ വഴികാട്ടിയായി വന്ന പ്രവാചകൻ നമ്മുടെ ഷാഫി ആയി മാറുന്നു എന്നത് നമുക്ക് ആ പ്രവാചകനുമായുള്ള ഒരു ഇമോഷണൽ ബോണ്ടിങ്ങിന് ആവശ്യമായ ഒരു കാര്യമാണ്. മനുഷ്യർക്ക് വേണ്ടി നിരന്തരം പ്രയത്നങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന മലക്കുകൾ നമ്മളുടെ ശഫാഅത്ത്, നമുക്ക് വേണ്ടി ശഫാഅത്ത് ചെയ്യുന്നു എന്നത് നമുക്ക് മാലാഖമാരോട് ആദരവുള്ളവരായി നമ്മൾ നിലകൊള്ളുന്നതിന്, അവരുടെ പ്രയത്നങ്ങളെ അവരോട് ആദരവ് കാണിച്ചുകൊണ്ട് തന്നെ അംഗീകരിക്കുന്നവരായി മാറുന്നതിനൊക്കെ ആവശ്യമായ കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയും തന്നെ. അതിന്റെ യാഥാർത്ഥ്യത്തിനെ നമ്മളൊരു കാരണവശാലും തള്ളിക്കളയേണ്ടതില്ല. അതില് നമുക്ക് തന്നെ അതിന്റെ മനഃശാസ്ത്രപരമായ ഒരു ഇമ്പാക്റ്റ് ഉണ്ടാവും. അത് നമുക്ക് തന്നെ ഗുണപരമായ ഫലങ്ങൾ ഉളവാക്കുന്നതുമാണ് എന്നതാണ് വസ്തുത. അപ്പോ അതിൽ ഒരു പുതിയ കാര്യമല്ലേ എന്നത് ചൂണ്ടിക്കാണിച്ചത് പുതിയ കാര്യമല്ല. ഖുർആനിൽ തന്നെ 1500ഓളം വർഷങ്ങളായിട്ടുണ്ടല്ലോ. അതുപോലെ പൂർവിക വേദങ്ങളിലും അക്കാര്യം ആ തലത്തില് ആ നിലക്ക് സൂചിപ്പിക്കപ്പെട്ടിട്ടുണ്ടാവണം. കാരണം ഇതൊരു പെരണിയൽ ട്രൂത്ത് ആണ് ഈ ശഫാഅത്ത് എന്ന് പറയുന്നത്. പക്ഷെ അർഹരല്ലാത്ത ഒരാൾക്കും ഒരാളും തന്നെ ശഫാഅത്ത് ചെയ്യാൻ മുതിരുകയില്ല. അള്ളാഹു അവർക്ക് അനുമതി നൽകുകയുമില്ല. മറ്റൊരു ചോദ്യം, ആകാശവും ഭൂമിയും എങ്ങനെയാണ് ഓടുന്നത്? ഒട്ടുന്നത് എന്നാണ് ചോദ്യം. ആകാശവും ഭൂമിയും എങ്ങനെയാണ് ഒട്ടുന്നത്? അത് അന്നസമാവാത്തി വൽ അർള് കാനത്താ റത്ഖ എന്ന പ്രയോഗത്തെ
മലയാളത്തിൽ പറയുമ്പോഴുള്ള ഒരു ആശയക്കുഴപ്പമായിരിക്കും അത്. യഥാർത്ഥത്തിൽ ഒട്ടുന്നത് എന്നല്ല, അത് ഒരു ഒരു പിണ്ഡം എന്നാണ്. കനത്ത റത്തുക്ക, ഒരൊറ്റയായിരുന്ന ഒരു സോളിഡ് എൻറ്റിറ്റി ആയിരുന്നു അത്. രണ്ട് സാധനം മൂന്ന് സാധനങ്ങൾ എടുത്ത് പരസ്പരം ഒട്ടിച്ചു വെക്കുക എന്നുള്ള ഒരർത്ഥത്തിലല്ല, ഒറ്റയായി ഒരൊറ്റ സോളിഡ് എൻറ്റിറ്റിയായി നിലകൊള്ളുന്നു എന്നതാണ് ഖുർആൻ ഉപയോഗിച്ച വാക്ക് സൂചിപ്പിക്കുന്നത്. കനത്ത റത്തുക്ക, ഒരൊറ്റ എൻറ്റിറ്റി ആയിരുന്നു, പിന്നീട് അതിനെ നാം പിളർക്കുകയാണ് ഉണ്ടായത് എന്നാണ് സൂചിപ്പിക്കുന്നത്. ഒട്ടാൻ ആകാശം ഒരു വസ്തുവാണോ എന്നാണ് ഇവിടെ ഉന്നയിച്ചിരിക്കുന്ന ചോദ്യം. ആകാശവും ഭൂമിയും പരസ്പരം ഒട്ടി നിൽക്കാന് ആകാശം ഒരു വസ്തുവല്ലല്ലോ എന്നതാണ് ഇദ്ദേഹം ഉന്നയിക്കുന്ന കാര്യം. ഞാൻ പലപ്പോഴും സൂചിപ്പിച്ചിട്ടുള്ളതാണ്, ആകാശങ്ങളും ഭൂമിയും എന്ന പരാമർശം ഖുർആനില് ഈ പ്രപഞ്ചത്തെ ഒന്നാകെ സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. ഭൂമിയും അതുപോലെ ഉപരിലോകവും, ആ ഉപരിലോകത്തിൽ ഒന്നല്ല, കോടിക്കണക്കിന് നമുക്ക് എണ്ണി തീർക്കാൻ പറ്റാത്ത അത്രയും കോസ്മിക് ബോഡീസ് ഉണ്ട്. അത് സൂര്യനെ പോലെയുള്ള എണ്ണമറ്റ നക്ഷത്രങ്ങൾ, ഈ നക്ഷത്രങ്ങളെ ചുറ്റും കറങ്ങുന്ന ഗോളങ്ങൾ, അങ്ങനെ അസംഖ്യം പ്രതിഭാസങ്ങൾ ആകാശത്തിലുണ്ട്. ഇതിനെ ഒന്നാകെ പരാമർശിക്കാൻ വേണ്ടിയാണ് സമാ എന്ന ഈ ഉപരിലോകം എന്ന പ്രയോഗം ഖുർആൻ നടത്തുന്നത്. അപ്പൊ ഇതൊക്കെയും തന്നെ ഒട്ടിച്ചേർന്ന് ഒരുമിച്ച് നിന്നിരുന്ന ഒറ്റ സോളിഡ് എൻറ്റിറ്റി ആയിരുന്നു എന്നാണ് ഖുർആൻ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. ഏതെങ്കിലും വിധത്തിൽ തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് അറബി ഭാഷയിലെ ഈ പ്രയോഗം മലയാളത്തിൽ പറയുമ്പോൾ ഉണ്ടാവുന്ന ആശയക്കുഴപ്പം മാത്രമാണ്. ആകാശം ശൂന്യതയല്ലേ എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആകാശത്തിലാണ്, അല്ലെങ്കിൽ ഈ ഉപരിലോകത്താണ് ഈ സർവ്വവിധ ഗോളങ്ങളും ഉള്ളത്. ആ നമ്മൾ ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഉള്ള ആ വിശാലമായ വിഹായസ് എന്ന് പറയുന്ന ഈ പ്രതിഭാസം, അത് നമുക്ക് അങ്ങ് ഉയർന്നു പോയി തൊട്ട് നോക്കാനോ തല കൊണ്ട് മുട്ടി നോക്കാനോ പറ്റുന്ന ഒരു സംഗതിയല്ല ആകാശം എന്നത്. നമുക്ക് അറിയുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ഖുർആൻ അതിനെ പ്രയോഗിക്കുന്നത് ഈ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗോളങ്ങളും ഒക്കെ അടങ്ങിയിട്ടുള്ള ഈ ഉപരിലോകം, മനുഷ്യന്റെ പെർസ്പെക്റ്റീവിൽ ഭൂമിയിൽ നിന്ന് കാര്യങ്ങളെ കാണുന്ന രീതിയിലാണ് ഖുർആൻ അത് അവതരിപ്പിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും യുക്തിയുടെ ഒരു തലമുണ്ട്. കാരണം അത് ആകാശത്തുനിന്നോ ഉപരിലോകത്തുനിന്നോ കീഴോട്ട് നോക്കുമ്പോൾ ഉള്ള ഒരു കാഴ്ചയുടെ രീതിയിൽ അതിനെ വിവരിക്കുകയാണെങ്കിൽ അത് മനുഷ്യന് ഉൾക്കൊള്ളാൻ പറ്റുകയില്ല, മനുഷ്യന്റെ ഭാഷ അതിന് മതിയായതാവുകയും ഇല്ല. അതാണ് അതിന്റെ കാരണം. അതുകൊണ്ട് ഭൂമിയിൽ നിന്ന് മേലോട്ട് നോക്കുന്ന മനുഷ്യനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഭാഷയിലാണ് ഈ കാര്യങ്ങൾ വിവരിക്കപ്പെട്ടിരിക്കുന്നത് എന്നതാണ് വസ്തുത. ഇനിയും ചില ചോദ്യങ്ങളുണ്ട്, ഇൻഷാ അല്ലാഹ് അത് നാളെ കൈകാര്യം ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.